ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്. മഹാവിഷ്ണുവിൻ്റെ 9ാമത് അവതാരമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജന്മദിനം. ഇന്ന് ക്ഷേത്രങ്ങളിലൊക്കെ വിശേഷാൽ പൂജകളും ചടങ്ങുകളും ഒക്കെ പുരോഗമിക്കുന്നു. ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാന വ്യാപകമായി ആയിരക്കണക്കിന് ശോഭായാത്രകൾ ഒരുക്കും. പുലർച്ചെ മുതൽ വലിയ ഭക്തജന തിരക്കാണ്. ഗുരുവായൂരിൽ വലിയ ഒരു ക്യൂ തന്നെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇന്നലെ വൈകിട്ട് 10 മണി മുതൽ തുടങ്ങിയ തിരക്ക്. പക്ഷേ കണ്ണനെ കണ്ടിട്ടേ മടങ്ങുന്നുള്ളൂ എന്ന് നിരവധി ഭക്തർ നമ്മളോട് പറഞ്ഞിരുന്നു. എന്തായാലും സാനു ഒരിക്കൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സാനു, നേരത്തെ നമ്മൾ കണ്ടതാണ് വലിയ രീതിയിലുള്ള ഒരു തിരക്ക്, ഭക്തജനങ്ങളുടെ ക്യൂ ഒക്കെ കാണാൻ സാധിച്ചിരുന്നു. ഇന്ന് എന്തൊക്കെ വിശേഷാൽ പൂജകളാണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ? രാഖി, നമ്മൾ രാവിലെ കണ്ടതുപോലെ തന്നെ ആ ഒരു തിരക്ക് ഇപ്പോഴും തുടരുകയാണ്. വലിയ അഭൂതപൂർവമായിട്ടുള്ള ഒരു തിരക്കിനാണ് ഗുരുവായൂർ ക്ഷേത്രം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അഷ്ടമി രോഹിണിയോടനുബന്ധിച്ചിട്ടുള്ള തിരക്കുകളൊക്കെ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ ഗുരുവായൂർ ദേവസ്വമൊക്കെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അതിനെയൊക്കെ മറികടന്നുകൊണ്ടുള്ള ഒരു തിരക്കിനാണ് ഈ ഗുരുവായൂർ ക്ഷേത്രം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇത്രയധികം തിരക്കുകളൊക്കെ ഉണ്ടെങ്കിലും വിവാഹത്തിനടക്കം പ്രത്യേക സൗകര്യങ്ങളൊക്കെ ഇവിടെ ഏർപ്പെടുത്തിയിരുന്നു. ഇത്രയും തിരക്കുള്ള ദിവസമായിട്ട് പോലും 200-ലധികം വിവാഹങ്ങളാണ് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്നത്. അതായത് അല്പസമയത്തിനുള്ളിൽ ഈ മമ്മിയൂർ ക്ഷേത്രത്തിൽ നിന്നുള്ള ചടങ്ങുകളൊക്കെ ആരംഭിക്കും. അതായത് ഈ അഷ്ടമി രോഹിണിയോടനുബന്ധിച്ചുള്ള ഈ ഒരു ഘോഷയാത്രയൊക്കെ അല്പസമയത്തിനുള്ളിൽ ഈ മമ്മിയൂർ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കും. സ്വർണ്ണക്കോലത്തിൽ വിശേഷാൽ എഴുന്നള്ളിപ്പും ഈ ഒരു അഷ്ടമി രോഹിണിയോടനുബന്ധിച്ചിട്ടുള്ള ഈ ചടങ്ങുകളുടെയൊക്കെ ഭാഗമായിട്ട് നടക്കും. അതേപോലെ തന്നെ ഈ ക്ഷേത്രത്തിലെ തിരക്ക് മുന്നിൽ കണ്ടുകൊണ്ട് ഈ VIP ക്യൂ സംവിധാനമടക്കം ഇന്ന് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് രാവിലെ 5:30 ശേഷം 5:30 ശേഷം ആ ക്യൂ സംവിധാനമൊക്കെ മാറ്റി സാധാരണ നിലയിൽ എല്ലാവർക്കും ഒരേപോലെ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിന് വേണ്ടി ക്രമീകരണങ്ങളൊക്കെയാണ് ഒരുക്കിയിരുന്നത്. അതായത് ഈ VIP ക്യൂ സംവിധാനം ഒരുക്കുമ്പോൾ പലപ്പോഴും മറ്റുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടൊക്കെ നേരിടാനുള്ള സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതകൾ അടക്കം ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ VIP ക്യൂ സംവിധാനം അടക്കം ഒഴിവാക്കിയിരുന്നു. ഒപ്പം തന്നെ ഈ ചോറൂണ്, അത് സാധാരണ നിലയിൽ ഈ അഷ്ടമി രോഹിണി ദിനത്തിലൊക്കെ ഈ ക്ഷേത്രത്തിൽ വലിയ രീതിയിൽ ചോറൂണൊക്കെ നടത്താറുണ്ട്. അത്തരത്തിൽ ഈ ചോറൂണ് നടത്തുന്ന കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള ദർശനത്തിന് അല്ലെ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ക്രമീകരണവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കാരണം ഈ കുട്ടികളൊക്കെ തിരക്കിൽപ്പെടുന്നതിലും പെട്ടുപോകുന്നതിലും അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് അതിനൊരു പ്രത്യേക ക്രമീകരണങ്ങളൊക്കെ ഇവിടെ ഏർപ്പെടുത്തിയിരുന്നു. അതേപോലെ തന്നെ പ്രധാനമായി മമ്മിയൂർ ശിവക്ഷേത്രത്തിൽ നിന്നും പെരുന്തട്ട ശിവക്ഷേത്രത്തിൽ നിന്നുള്ള എഴുന്നള്ളിപ്പാണ് ആദ്യം നടക്കുക. അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ അവിടെ അവസാന ഘട്ടത്തിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ വാദ്യമേളങ്ങളുടെയും മറ്റ് അകമ്പടിയോടുകൂടി ഗോപിക നൃത്തത്തിന്റെയൊക്കെ അകമ്പടിയോടുകൂടി വലിയൊരു ഘോഷയാത്രയ്ക്ക് വേണ്ടി ഈ ഗുരുഭവനപുരി തന്നെ ഒരുങ്ങുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വലിയൊരു ഭക്തജന തിരക്കാണ്. അതായത് ഈ ക്യൂ കോംപ്ലക്സുകളെല്ലാം മറികടന്നുകൊണ്ട് ആ ഒരു തിരക്ക് പുറത്തേക്ക് നീളുന്നു. നമ്മൾ രാവിലെ മുതൽ, അതായത് ക്ഷേത്രം തുറന്നപ്പോൾ മുതൽ നിർമ്മാല്യ ദർശന സമയത്ത് മുതൽ ഉണ്ടായിരുന്ന ആ ഒരു തിരക്ക് ഇപ്പോഴും തുടരുകയാണ്. അത് ഇനിയും വരും മണിക്കൂറുകളിലും അത് തുടരും. ഇന്ന് വൈകുന്നേരം വരെ അതിനുള്ള സാധ്യതയാണ് ദേവസ്വം ബോർഡ് മുന്നിൽ കാണുന്നത്. എന്തായാലും അത്തരത്തിൽ ഈ തിരക്കുകളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ക്രമീകരണം ഇവിടെ പ്രത്യേകം ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒപ്പം തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ള ആയിരക്കണക്കിന് ഭക്തരാണ് ഈ ക്ഷേത്രത്തിൽ എത്തിയിട്ടുള്ളത്. അതായത് അവർ ഇന്നലെ മുതൽ ഈ ക്യൂവിലൊക്കെ കാത്തിരിക്കുകയാണ്. അതായത് നമ്മൾ രാവിലെ കണ്ട പോലെ തന്നെ 11 മണിക്ക് വരെ, അതായത് ഇന്നലെ വൈകിട്ട് 11 മണിക്ക് എത്തിയവർ പോലും ഇപ്പോഴും ഈ ക്യൂവിൽ ഈ ദർശനം കാത്തു നിൽക്കുന്നു. അവരൊക്കെ പറയുന്നത് ഈ ദർശനം കഴിഞ്ഞിട്ടേ ഞങ്ങൾ മടങ്ങൂ എന്നുള്ളൊരു ദൃഢ നിശ്ചയത്തിലൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇപ്പോഴും വലിയ രീതിയിൽ ഭക്തരെ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നു. അത് തുടർച്ചയായിട്ട് വരുന്നു. ഒപ്പം തന്നെ ഈ ഒരു അഷ്ടമി രോഹിണി ദിനത്തിലുള്ള ആ വിവാഹം കഴിഞ്ഞിട്ട് തിരിച്ചുള്ള മടക്കം, ഇതിനൊക്കെ പ്രത്യേക ക്രമീകരണങ്ങളൊക്കെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ തിരക്കുണ്ടാവുന്ന തിരക്കുകളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അതിനുള്ള പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ പോലീസിന്റെയും പ്രത്യേക ഗാർഡിന്റെയും അതേപോലെ തന്നെ ക്ഷേത്രത്തിന്റെ സുരക്ഷാ ചുമതലയുള്ള പ്രത്യേക കമാൻഡോ വിഭാഗവുമൊക്കെ അധിക സുരക്ഷാ വിന്യാസവും ഇവിടെ നടത്തിയിട്ടുണ്ട്. രാഖി, ജന്മാഷ്ടമി ദിനത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് അവിടെയുണ്ട്. ഇന്ന് 200ഓളം വിവാഹങ്ങൾ നടക്കുന്നുമുണ്ട്. വിശേഷാൽ പൂജകളൊക്കെ തന്നെ ഇന്ന് നടക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം നാടും നഗരവും ഒക്കെ ഒരു വൃന്ദാവനമായി മാറുന്ന കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്.